നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ക്രമസമാധാന പരിപാലനത്തിന് നിയോഗിക്കപ്പെട്ട നിയമപാലകർ നിയമത്തെ കയ്യിലിട്ട് അമ്മാനമാടുകയാണെന്ന് മുൻ MLA VT ബൽറാം ആരോപിച്ചു. പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിഷേധ സദസ്സ് ചാലിശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പക്ഷെ സാധാരണ പൗരന്മാർ നിയമം പാലിക്കുക എന്നതിനപ്പുറം അതിനേക്കാൾ ഗൗരവത്തിൽ, അതിനേക്കാൾ ഉത്തരവാദിത്വത്തിൽ അത് ചെയ്യേണ്ട ആളുകളാണ് പോലീസുകാർ. കാരണം അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെ നിയമപാലകർ എന്നാണ്. അപ്പം നിയമപാലകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ നിയമം കയ്യിലെടുക്കാൻ നിന്നാൽ, നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ നിന്നാൽ, അതിക്രൂരമായ നിയമവിരുദ്ധമായ ക്രിമിനൽ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകാൻ നിന്നാൽ, അത്തരത്തിലുള്ള ആളുകളുടെ തൊപ്പി ഊരി വെച്ച്, കാക്കി ഊരി വെച്ച് ഈ സേനയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ഈ സമരവും പ്രക്ഷോഭവും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ജനാധിപത്യ സമരങ്ങളെ ഭയക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കാക്കിക്കുള്ളിലെ ക്രിമിനലുകളെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും VT ബൽറാം പറഞ്ഞു. ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെ അദ്ദേഹത്തിന് തന്നെ ഭയമാണ്. അദ്ദേഹത്തെ കസേരയിൽ കയറ്റിയിരുത്തിയത് ജനാധിപത്യമാണ്, കമ്മ്യൂണിസം അല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ മനോഭാവത്തിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കാണുകയാണ്. ജനാധിപത്യപരമായ പ്രതിഷേധം നടത്തിയാൽ, ആരെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തിയാൽ, അവരെ ക്രിമിനലുകൾ ആക്രമിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി ആ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ്. അവർ ചെയ്യുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുന്നതും ചെടിച്ചട്ടിയെടുത്ത് ആക്രമിക്കുന്നതും ഒക്കെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുമ്പോൾ പിന്നെ അതിന് താഴെയുള്ള പോലീസുകാരും പിന്നെ അതേ മാതൃകയിലെ പിന്തുടരുള്ളൂ. ഇതാ പ്രശ്നം. സുജിത്തിനെ നീതി ലഭിക്കുന്നതിനായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്നും സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള പോലീസിന്റെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് കോഴിക്കര അധ്യക്ഷത വഹിച്ചു. UDF തൃത്തല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ K ബാബു നാസർ, P മാധവദാസ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ PC ഗംഗാധരൻ, KM ചന്ദ്രശേഖരൻ, EV മൊയ്തുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സനോജ് കണ്ടലായിൽ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി VP ഫാത്തിമ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി സ്വാഗതവും നാഗലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുരളി മൂത്താട്ട് നന്ദിയും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പട്ടാമ്പിയിൽ നടന്ന സദസ്സ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് KPCCയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ സദസ്സുകൾ ഒരുക്കിയത്. പട്ടാമ്പിയിൽ ബ്ലോക്കിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മേലെ പട്ടാമ്പിയിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്നു, ഭയമില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രവർത്തന പതാക നെഞ്ചോട് ചേർത്ത് വെച്ചതിന്റെ പേരിൽ ഈ ക്രൂരമർദ്ദനത്തിന് പോലീസ് ഇരയാക്കുമ്പോൾ അവരോട് പറയാനുള്ളത് ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറയുന്നു, ഞങ്ങൾ ഇനിയും ഉണ്ടാകുക തെരുവിൽ നിനക്കെതിരെ സമരം നടത്താൻ ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അങ്ങനെയാണ് മരിക്കാനും മരിക്കട്ടോ, എന്നെ കൊല്ലണേ കൊല്ലട്ടെ. എന്നിട്ട് അവനെ ക്രൂരമായി മർദ്ദിച്ചു. ചൂരൽ വടിയുമായി ഒരുത്തൻ വന്നു, നേരെ മുകളിൽ കൊണ്ടുപോയി. ആ രംഗമാണ് പ്രിയപ്പെട്ടവരെ മനസ്സ് വല്ലാണ്ട് അലട്ടുന്നത്. അവനൊരു ഡെസ്കിൽ കിടത്തി. അവൻ പറയാ എന്നോട് വിശദീകരിക്കുക, കിടത്തിയിട്ടൊന്ന് കയറ് കെട്ടി
എന്നിട്ട് കാലിന്റെ അടിയിൽ ആ ചൂരൽ വടി കൊണ്ട് 45 തവണ അടിച്ചത്. 45 തവണ. ആ ക്രൂരമർദ്ദനം നടത്തിയ പോലീസിന് ഇനിയും യൂണിഫോം ഇട്ടിട്ട് ഇവിടെ വരുമ്പോ എന്താ ചെയ്യേണ്ടത് നമ്മൾ? ഞാൻ ഒരു കാര്യം പറയുന്നു, നല്ലൊരു വാർത്ത കേൾക്കുന്ന ഒരു ദിവസം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടെ ഉറപ്പ് പറയാണ്. നല്ലൊരു വാർത്ത. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, പിന്നെയാണ് ഇത് എന്നാ കഴിഞ്ഞത്? 2023 ഏപ്രിൽ മാസത്തിൽ. അന്ന് ഈ സുജിത്തിനുള്ള പണി കൊടുത്തു. ഈ പോലീസുകാർ എന്താ പറഞ്ഞറിയോ? മദ്യം കഴിച്ചു, FIR. 2 ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഈ വകുപ്പ് ചാർത്തി. വക്കീലറിയാം, നോൺ ബെയിലബിൾ ആണ്, ജാമ്യമില്ല. ഇത്രയും ക്രൂരത ചെയ്തിട്ട് നേരെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ. മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ സി സംഗീത, KR നാരായണസ്വാമി, K ബഷീർ, PK ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, ET ഉമ്മർ, ജയശങ്കർ കൊട്ടാരത്തിൽ, കളത്തിൽ അഷറഫ്, M വിജയകുമാർ, സേതു കോടനാട്, മറ്റു മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു. കൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ സമരം ഉദ്ഘാടനം ചെയ്തു. കൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് പോലും ആ പ്രശ്നം അറിയാവുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതെല്ലാം മറച്ചു വെക്കുന്ന ഒരു സംഭവമാണ് കേരളം കണ്ടത്. പിന്നീട് അങ്ങോട്ട് സുജിത്തും കുന്നംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വർഗീസ് ഏട്ടനും കൂടി നടത്തിയ പോരാട്ടമാണ് അവസാനം നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വലിയ തോതിൽ ഒരു ക്രൂരമായ പ്രവർത്തനം പോലീസ് നടത്തുന്നത്. അതിന് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സ്റ്റേഷനിൽ നിന്നും സമാധാനപരമായി ഇങ്ങനെ സമരം തീരുമാനിച്ചത്. ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ കഴിയായിട്ടല്ല, അക്രമം ഉണ്ടാക്കാൻ കഴിയായിട്ടല്ല. പക്ഷെ ഇത് തുടക്കമെന്നോണം ഇതെല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ സമരം ചെയ്തത്. ഒരു കാര്യം കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, ഇനി ഇങ്ങനെ പ്രവർത്തനം നടക്കുന്ന പോലീസുകാരെ നമ്മുടെ നേതാക്കൾ പറയുകയുണ്ടായി, KPC പ്രസിഡന്റ് പറയുകയുണ്ടായി, ഭൂപാല പ്രതിപക്ഷ പറയുകയുണ്ടായി, ഇതിങ്ങനെയുള്ള പോലീസുകാരുടെ വീട്ടിലേക്കാണ് മാർച്ച്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പോലീസുകാർ ഇനി പുറത്തിറങ്ങിയാൽ കയ്യും കാലും വെട്ടുമെന്നടക്കം കോൺഗ്രസിന്റെ KPCC നേതാക്കളും പറയുകയുണ്ടായി. ഇനി സഹിക്കാൻ കഴിയില്ല, നിങ്ങൾ ഗാന്ധി സഭ ഓപ്ഷൻ മാറ്റിവെക്കുക. ഈ ഇത്തരം പ്രവർത്തനം ഉണ്ടായാൽ അതിനുശേഷം ബാധകം ഇവിടെ ഇപ്പം മുഴുവൻ പോലീസുകാരും കുറ്റം പറയുന്നു. ഇങ്ങനെ പിണറായിയുടെ വാക്ക് കേട്ട് നിങ്ങൾ നേരത്തെ വന്നാൽ നിങ്ങളൊന്നും വീട്ടിൽ കയറുമ്പോൾ ഉറങ്ങില്ല, റോട്ടിൽ ഇറങ്ങില്ല എന്ന് തീരുമാനിച്ചു. ആമിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. AP രാമദാസ്, നീലടി സുധാകരൻ, വേണുഗോപാൽ മാടാപ്പറമ്പിൽ, A സജീവ് കുമാർ, ഹമീദ് പാറക്കൽ, മുഹമ്മദ് നൂറുദ്ദീൻ, AK മുസ്തഫ, A സജീവ്, VM മുസ്തഫ, ശ്രീധരൻ തിരുവേഗപ്പുറ, സുലൈമാൻ ചെമ്പ്ര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താല ഉപജില്ലയിലെ വിരമിച്ച പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മ പ്രസിദ്ധീകരിക്കുന്ന ആത്മപ്രപഞ്ചനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം വെള്ളിയാഴ്ച നടക്കും. വൈകിട്ട് 4-ന് വട്ടേനാട് GLP സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പുസ്തക പ്രകാശനം നടക്കുക. തൃശൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PM ബാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിക്കും. UV ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ തൃത്താല AEO K പ്രസാദ് പുസ്തകം ഏറ്റുവാങ്ങും. മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PV റഫീഖ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K രാമചന്ദ്രൻ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിക്കും. തൃത്താലയിലെ വിരമിച്ച പ്രധാനാധ്യാപകരുടെ അനുഭവക്കുറിപ്പുകളാണ് ആത്മപ്രപഞ്ചനം എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
41 പ്രധാനാധ്യാപകർ തങ്ങളുടെ അനുഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023 സെപ്റ്റംബർ 5 മുതൽ കക്ഷിരാഷ്ട്രീയ ബന്ധങ്ങൾക്കതീതമായി തൃത്താല ഉപജില്ലയിൽ പ്രവർത്തിച്ചുവരുന്ന വിരമിച്ച പ്രധാനാധ്യാപകരുടെ അനൗപചാരിക സംഘടനയാണ് RHMFT. ചെറിയ യാത്രകൾ, കലാപരിപാടികൾ, ഒത്തുകൂടലുകൾ എന്നിവയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. ഈ വർഷമാണ് ആദ്യമായി അധ്യാപകരുടെ അനുഭവക്കുറിപ്പുകൾ ഉൾപ്പെടുത്തി ഒരു സമാഹാരം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത്. ഈ പുതിയ യുഗത്തില് വീട്ടിലെ മക്കളൊക്കെ പല സ്ഥലത്തും ജോലിക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും മാത്രം വീട്ടിലായിരിക്കുമ്പോൾ അവർക്ക് തന്നെ ഇരിക്കുക എന്നുള്ള, തന്നെ ജീവിക്കുക എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയിൽ ഒരു സമൂഹം തന്നെ, പ്രധാന അധ്യാപകരുടെ ഒരു കൂട്ടായ്മയിൽ ഉൾപ്പെടുന്ന ഒരു സമൂഹം തന്നെ വാർത്തെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. കുറച്ച് വീടുകൾ പണിത് തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു സംരംഭം കൂടി ആരംഭിക്കുക എന്നുള്ള കൂടി ചിന്തിക്കുന്ന ഒരു കാര്യം കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അക്ഷരജാലകം ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിൻ്റെ എഡിറ്റർ P. രാധാകൃഷ്ണൻ ഉൾപ്പെടെ സംഘടനാംഗങ്ങളായ UV ജയകൃഷ്ണൻ, PP നന്ദൻ, P. ബീനാകുമാരി, CK ലീലാവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തദ്ദേശ ഭരണ വാർഡുകളുടെ സംവരണം ഈ മാസം അവസാനം നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. 2015-ലെയും 2020-ലെയും തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി സംവരണമുണ്ടായിരുന്ന വാർഡുകളെ നറുക്കെടുപ്പിൽ നിന്നും ഒഴിവാക്കും. വാർഡ് പുനർവിഭജനത്തിലൂടെ പുതുതായി രൂപീകരിച്ച വാർഡിൽ നിലവിലുള്ള സംവരണ വാർഡിലെ 50% കൂടുതൽ ജനസംഖ്യയുണ്ടെങ്കിൽ അത് നിലവിലുള്ള സംവരണ വാർഡായി കണക്കാക്കും. സ്ത്രീ, പട്ടികജാതി സ്ത്രീ, പട്ടികവർഗ സ്ത്രീ, പട്ടികജാതി പട്ടികവർഗം എന്നിങ്ങനെ 5 വിഭാഗങ്ങൾക്കാണ് തദ്ദേശ സ്ഥാപന വാർഡുകളിൽ സംവരണമുള്ളത്. സ്ത്രീകൾക്ക് ഓരോ തദ്ദേശ സ്ഥാപനത്തിലും 50%, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായാണ് സംവരണം നിശ്ചയിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത സീറ്റുകളിൽ 50% ഈ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായും സംവരണം ചെയ്തിട്ടുണ്ട്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് സംവരണത്തിനുള്ള നറുക്കെടുപ്പ് നടത്തുക കളക്ടറാണ്. മുനിസിപ്പാലിറ്റികളിൽ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും കോർപ്പറേഷനുകളിൽ തദ്ദേശ വകുപ്പ് അർബൻ ഡയറക്ടറുമാണ് സംവരണം നിശ്ചയിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാകും നറുക്കെടുപ്പ്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും 26-ന് ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. 2025-ലെ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ നിലവിൽ നിശ്ചയിച്ചതിനേക്കാൾ പോളിംഗ് ബൂത്തുകൾ വർദ്ധിക്കും. കരട് വോട്ടർ പട്ടിക അനുസരിച്ച് 30,759 പോളിംഗ് ബൂത്തുകളാണ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ കരടിലേതിനേക്കാൾ 16,34,207 വോട്ടർമാർ വർദ്ധിച്ചു. അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 2,83,12,463 പേരുണ്ട്. കളക്ടർമാർക്ക് ബൂത്തുകൾ പുനഃക്രമീകരിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബൂത്തുകളിലെ പരമാവധി വോട്ടർമാരുടെ എണ്ണം കുറയ്ക്കാം. പഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ 1200 വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 1500 വോട്ടർമാർക്ക് ഒരു പോളിംഗ് ബൂത്ത് എന്ന നിലയിലുമാകും ക്രമീകരണം. പട്ടാമ്പിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണങ്ങളും പണവും അടങ്ങിയ ബാഗ് പട്ടാമ്പി പോലീസിൽ ഏൽപ്പിച്ച് യുവാവ് മാതൃകയായി. പട്ടാമ്പിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ 10 പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് യുവാവിൻ്റെ മാതൃക. ഓങ്ങല്ലൂർ സ്വദേശി കുന്നംകുളത്തിങ്കൽ അബ്ദുൾ സബാദിനാണ് ബാഗ് കളഞ്ഞു കിട്ടിയത്. കഴിഞ്ഞ ദിവസം രാത്രി പട്ടാമ്പി കൽപ്പകയിൽ നിന്നുമാണ് ബാഗ് ലഭിച്ചത്. തുടർന്ന് പണവും സ്വർണവും അടങ്ങിയ ബാഗ് പോലീസിന് കൈമാറി. ബാഗ് ഉടമസ്ഥനെ കണ്ടെത്തി നൽകുമെന്ന് പട്ടാമ്പി CI അൻഷാദ് പറഞ്ഞു. പട്ടാമ്പിക്കാർക്ക് തന്നെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ യുവാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും CI സൂചിപ്പിച്ചു. അബ്ദുൾ സബാദ് ഓങ്ങല്ലൂർ ആളാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു പ്രവൃത്തി നമ്മുടെ പട്ടാമ്പിക്കാർക്ക് തന്നെ അഭിമാനിക്കാവുന്നൊരു. അദ്ദേഹം ഇന്നലെ യാത്ര ചെയ്യുന്ന സമയത്ത് വീണ് കിട്ടിയൊരു ബാഗ് നമ്മുടെ പള്ളിയുടെ പട്ടാമ്പി പള്ളിയുടെ അപ്പുറത്തുനിന്ന് കിട്ടിയ ബാഗ്. അതിൽ അദ്ദേഹം തുറന്നു നോക്കിയ സമയത്ത് ഒരു വ്യക്തിയുടെ ഏകദേശം 10 പവനോളം സ്വർണ്ണങ്ങളും പിന്നെ പൈസ അടങ്ങിയ ബാഗാണ് തന്നെ നിലവിൽ നമുക്ക് അറിയിട്ടുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറെ കണ്ടെത്തി നൽകുന്നവരെയും അദ്ദേഹം ഇത് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞത് പട്ടാമ്പിക്കാർക്ക് തന്നെ ഏറ്റവും അഭിമാനിക്കാവുന്ന നേട്ടമാകുന്ന ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ഈ ഒരു കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു.
മാധ്യമവാർത്തകൾ തുണയായതോടെ ഗ്രാമപഞ്ചായത്ത് എന്തിനും തയ്യാർ. നൂലാമാലകൾ അഴിക്കാൻ പിന്നോക്ക വിഭാഗ വകുപ്പും റവന്യൂ വകുപ്പും കൈകോർക്കുകൂടി ചെയ്യുന്നതോടെ കുമാരിക്ക് പട്ടയം ലഭ്യമാകും. കുമാരിയുടെയും കുടുംബത്തിന്റെയും ദുരിത ജീവിതത്തിന്റെ കഥകൾ CCTV ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ പുറംലോകമറിഞ്ഞതോടെ നൂലാമാലകളുടെ കുരുക്കഴിയുന്നു. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വട്ടംകുളം ചിറ്റഴിക്കുന്നിലെ കൊല്ലത്തുപറമ്പിൽ കുമാരിയുടെയും കുടുംബത്തിന്റെയും ദയനീയ സ്ഥിതി പുറംലോകമറിഞ്ഞപ്പോഴാണ് മന്ത്രിതലത്തിനും ഇടപെടലായത്. കുടികിടപ്പ് അവകാശമായി ലഭിച്ച ഭൂമിക്ക് പട്ടയമില്ലാത്തതിനാൽ 7 പതിറ്റാണ്ടായി കുമാരിയുടെ കുടുംബം അനുഭവിക്കുന്ന വേദനകൾക്കാണ് വൈകിയാണെങ്കിലും പരിഹാരം അടുത്തുകൊണ്ടിരിക്കുന്നത്. കുടിലിൽ കഴിഞ്ഞുകൂടുന്ന 4 കുടുംബത്തിന്റെ നീറുന്ന വേദനകളാണ് വാർത്തയായി പുറത്തുവന്നത്. വട്ടംകുളം വില്ലേജ് ഓഫീസറും സംഘവും വീട്ടിലെത്തി വിവരശേഖരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, സെക്രട്ടറി R രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലും ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ കുമാരിയുടെ വീട്ടിലെത്തി. ഈ വിഷയങ്ങൾ കൃത്യമായി തന്നെ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഈ ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറ്റാൻ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റും മറ്റു ആളുകളും ഒക്കെ അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവരെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ഉണ്ടാക്കി അവർക്ക് വീട് അനുവദിച്ച് അവർക്ക് കൃത്യമായി തന്നെ വാസയോഗ്യമായിട്ടുള്ള വീട് ഒരുക്കി കൊടുക്കാൻ പഞ്ചായത്ത് സന്നദ്ധമാണ്. ചുവപ്പ് നാടിയുടെ കുരുക്കുകൾ അഴിക്കാൻ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി OR കേളുവിന്റെ ശ്രദ്ധയിലെത്തിയതോടെ സംസ്ഥാന പിന്നോക്ക വിഭാഗ ഡയറക്ടർ, അണ്ടർ സെക്രട്ടറി തുടങ്ങിയവരോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. ഓലച്ചീളുകൾ കുത്തിച്ചാരിയ ഒറ്റമുറിക്കുടലിൽ ഹൃദ്രോഗിയായ ഭർത്താവ് ചന്ദ്രനും 2 മക്കളുമാണ് നരകതുല്യമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളിയായ കുമാരിയുടെ പട്ടയത്തിനായുള്ള നെട്ടോട്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എല്ലാ വാതിലുകളും തുറക്കപ്പെടാതിരുന്നിട്ടും പ്രതീക്ഷകളോടെ കഴിയുമ്പോഴാണ് അവർക്ക് മുൻപിൽ പുതിയൊരു നാളം തെളിഞ്ഞു വന്നിരിക്കുന്നത്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വകുപ്പും റവന്യൂ വകുപ്പും ഒന്നുചേർന്ന് അടിയന്തരമായ തീരുമാനത്തിലൂടെ കുമാരിക്ക് പട്ടയമൊരുക്കാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. 70 വർഷമായി ജീവിച്ചു പോരുന്ന ഭൂമിക്ക് രേഖകൾ ഒന്നുമില്ലാത്തതിനാൽ സഹായങ്ങൾ ഇവരുടെ കുടിയിലേക്ക് കടന്നു വന്നിട്ടില്ല. കുടിലിലേക്കുള്ള നടവഴി കൂടി അടച്ചുകെട്ടുമെന്ന ഭീഷണി കൂടിയായതോടെ കണ്ണീരിലായ കുടുംബത്തിന് മുന്നിലാണ് പുതിയ പ്രതീക്ഷകൾ ജനിക്കുന്നത്. കൊപ്പം മണ്ണേങ്ങാട് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിളയൂർ സ്വദേശി ദിനേശ് ബാബുവാണ് തൂങ്ങി മരിച്ചത്. കൊപ്പം മണ്ണേങ്കോട് പാടത്തിനോട് ചേർന്നുള്ള കുളത്തിന് സമീപത്തെ മരത്തിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിളയൂർ കരിങ്കനാട് കാമ്പ്രത്താൽ സ്വദേശി കളപ്പാറപ്പറമ്പിൽ ദിനേശ് ബാബുവാണ് മരിച്ചത്. 39 വയസ്സാണ്. ബുധനാഴ്ച രാവിലെ കുളത്തിലേക്ക് കുളിക്കാനെത്തിയവരാണ് മൃതദേഹം കണ്ടത്. കഴിഞ്ഞ ദിവസം മുതൽ ഇയാളെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഇയാളെ തെരുനായ കടിച്ച സംഭവം ഉണ്ടായിരുന്നു. തുടർന്ന് ചികിത്സ തേടിയിരുന്നു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.